UDF മന്ത്രിസഭ നാളെ അധികാരമേൽക്കും. അതൃപ്തിയുമായി നേതാക്കൾ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നാളെ അധികാരമേൽക്കും. പുതിയ മന്ത്രിസഭയിൽ കോൺഗ്രസിന് 11 മന്ത്രിസ്ഥാനങ്ങളാണുള്ളത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, ബിന്ദു കൃഷ്ണ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, M ലിജോ, റോജി M ജോൺ, T സിദ്ദിഖ്, OJ ജനീഷ്, KA തുളസി, PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, PK ബഷീർ, KM ഷാജി, അബ്ദുൽ ഗഫൂർ, ഷിബു ബേബി ജോൺ, CP ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ് എന്നിവർ മന്ത്രിസഭയിൽ ഉണ്ടാകും. പുതിയ UDF മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ഭിന്നത രൂക്ഷമാകുന്നു. തനിക്ക് അനുവദിച്ച വൈദ്യുതി വകുപ്പിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ മുതിർന്ന നേതാവ് K മുരളീധരൻ ഈ വകുപ്പാണെങ്കിൽ മന്ത്രിയായി ചുമതലയേൽക്കാൻ താനില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചു. ധനകാര്യമോ ആരോഗ്യമോ പോലുള്ള സുപ്രധാനമായ മറ്റ് വകുപ്പുകളായിരുന്നു അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. നാളെ നടക്കാനിരിക്കുന്ന VD സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് കടുത്ത നിർദ്ദേശങ്ങളുമായി ലോക്ഭവൻ. സത്യപ്രതിജ്ഞാ വേദിയിൽ നിയുക്ത മുഖ്യമന്ത്രി, നിയുക്ത മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി എന്നിവർ മാത്രമേ പാടുള്ളൂ എന്ന് ഗവർണറുടെ ഓഫീസ് കർശന നിർദ്ദേശം നൽകി. UDF മന്ത്രിസഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ലത്തീൻ കത്തോലിക്ക സഭയിൽ കടുത്ത അമർഷവും അതൃപ്തിയും പുകയുന്നു. കോൺഗ്രസ് MLA ആയ M വിൻസെന്റിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതും പരമ്പരാഗതമായി തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് നൽകിയതുമാണ് സഭയെ ചൊടിപ്പിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് നാളെ നടക്കുന്ന പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കാനാണ് സഭയുടെ തീരുമാനം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾ അതിജീവിതർക്കായി LDF സർക്കാർ കൽപ്പറ്റയിൽ ഒരുക്കിയ ടൗൺഷിപ്പിൽ ആദ്യ ഗൃഹപ്രവേശനം നടന്നു. ചൂരൽമല സ്കൂൾ റോഡിൽ താമസിച്ചിരുന്ന K വിജയനും കുടുംബവുമാണ് മുണ്ടക്കൈ ടൗൺഷിപ്പിലെ വീട്ടിൽ പാലു കാച്ചിയത്. കുടുംബാംഗങ്ങളും നാട്ടുകാരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് സൂചന. ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തവും ശക്തവുമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ എബോള വൈറസ് ബാധ അതിവേഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ അന്താരാഷ്ട്ര ആശങ്കയുള്ളതിനാൽ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കിഴക്കൻ പ്രവിശ്യയായ ഇറ്റൂരിയയിലാണ് രോഗവ്യാപനം രൂക്ഷമായിരിക്കുന്നത്. നിലവിൽ 246 സംശയാസ്പദമായ കേസുകളും 80 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ കന്യകയായ ഒരു പെൺകുട്ടിയുടെ മൗനം വിവാഹത്തിനായുള്ള സമ്മതമായി കണക്കാക്കാമെന്ന താലിബാൻ ഭരണകൂടം. കുടുംബ നിയമ ഉത്തരവ് പ്രകാരം ദമ്പതികൾ തമ്മിലുള്ള വേർപിരിയലിന്റെ തത്വങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന 31 വകുപ്പുകളുള്ള നിയമാവലിയിലാണ് ഇക്കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുള്ള അഗുന്ദ് സാദ നിയമാവലിക്ക് അംഗീകാരം നൽകുകയും ചെയ്തു. VD സതീശൻ മന്ത്രിസഭയിൽ ഇടം ലഭിക്കാത്തതിലുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച് കോൺഗ്രസ് നേതാവ് VT ബൽറാം. താൻ ഇനി തൃത്താലയുടെ MLA മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. പുതിയ മന്ത്രിസഭയിൽ യുവ പ്രാതിനിധ്യമായി ബൽറാം എത്തുമെന്ന വാർത്തകൾ നിലനിൽക്കെയാണ് അപ്രതീക്ഷിതമായി അദ്ദേഹം ഒഴിവാക്കപ്പെട്ടത്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ ഉക്രൈൻ ഡ്രോൺ ആക്രമണം. 3 പേർ കൊല്ലപ്പെട്ടു. മോസ്കോയുടെ വടക്കൻ മേഖലയായ കിംകിയിലെ വീടിന് മുകളിൽ ഡ്രോൺ പതിച്ച് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. പൊങ്കോറയിൽ കി ഗ്രാമത്തിലുണ്ടായ ആക്രമണത്തിൽ പുരുഷനും സ്ത്രീയും കൊല്ലപ്പെട്ടു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.